ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അഥവാ NHRAയുടെ ലൈസൻസ് എക്സാമിനെ പറ്റിയായിരുന്നു. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് എനിക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഈ വീഡിയോയിലും ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഡൗട്ട്സ് അതേപോലെ ക്ലിയർ ചെയ്യുക, നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് NHRA എക്സാമിന് യൂഷ്വലി ചോദിക്കുന്ന കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ NHRA എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതൊരു ഓൺലൈൻ പോർട്ടലാണ്. ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ പേര് മിഹാൻ എന്നാണ്. mihan.nhra.bh എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ NHRA എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. റിന്യൂവലും അതേപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടാനും ട്രാൻസ്ഫർ ഓഫ് ലൈസൻസ് ചെയ്യാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ മിഹാൻ പോർട്ടൽ വഴിയായിട്ട് ചെയ്യാൻ കഴിയും. NHRAയുടെ ഫസ്റ്റ് ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിന്യൂവൽ ടൈമിലും നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ലൈസൻസ് കാർഡും അതേപോലെ തന്നെ BLSൻ്റെ കാർഡ്, നമ്മുടെ CPD അവേഴ്സ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ അതിനകത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. CPD അവേഴ്സ് 40 അവേഴ്സ് ഫോർ 2 ഇയർ റിന്യൂവൽ, 20 അവേഴ്സ് ഫോർ 1 ഇയർ റിന്യൂവലാണ് അവർ ചോദിക്കുന്നത്. അതും കമ്പൽസറി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര ഇയറിലേക്ക് ആവശ്യമാണോ അത്രയും ഇയറിലേക്ക് റിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയും ഇയർ ഓഫ് റിന്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് NHRAയുടെ പോർട്ടൽ, അതായത് mihan.nhra.bh എന്ന പോർട്ടൽ എങ്ങനെയാണുള്ളതെന്ന് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ NHRAയുടെ മിഹാൻ പോർട്ടൽ. ആദ്യമായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ സൈനപ്പ് എന്ന ഓപ്ഷനിലോട്ട് പോവുക. ഇൻഫർമേഷൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആക്കേണ്ടി വരുമ്പോൾ ഈ സെയിം യൂസർ നെയിം ആൻഡ് പാസ്വേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈൻ ഇൻ ചെയ്ത് പോർട്ടൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുക. ഈ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ, നെയിം, അഡ്രസ്സ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നിവ ഉണ്ടായിരുന്നിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ പേജിൻ്റെ റൈറ്റ് സൈഡിൽ ന്യൂ ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. റിന്യൂവൽ ഓഫ് ലൈസൻസ് ചെയ്യുന്നവർക്കുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ ഓഫ് ലൈസൻസ്, അപ്ഡേറ്റ് CPD, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നിരിക്കും. നമുക്ക് ഏതാണോ റിക്വയർഡ് അത് യൂസ് ചെയ്യുക. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇതിലും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ട്രാൻസ്ഫർ ഓഫ് ലൈസൻസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസും ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ എക്സാം നമുക്ക് നാട്ടിൽ നിന്ന് എഴുതിയിട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത്. കാരണം മിക്ക GCC കൺട്രികളിലോട്ടും പോകുന്നവർ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ലൈസൻസ് എക്സാംസ് എല്ലാം എഴുതിയിട്ട് പോകുന്നത്. എന്നാൽ NHRAയിൽ നമുക്കത് കഴിയുകയില്ല. നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കുറേ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ കഴിയുള്ളൂ. അതിനാൽ ഈ NHRA എക്സാം നമുക്ക് ബഹ്റിനിൽ ചെന്നതിന് ശേഷം മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ റിന്യൂവൽ ടൈം ആകുമ്പോഴേക്കും നമുക്കൊരു നോട്ടിഫിക്കേഷൻ മെയിൽ വരും. റിന്യൂവൽ പോലും നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ കഴിയുന്നതല്ല. 60 ഡേയ്സിന് മുന്നേ മാത്രമേ നമുക്ക് പോർട്ടലിൽ കയറി നമ്മുടെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പുതിയ ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെട്ടാലോ? മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്.
NHR എക്സാമിനെ പറ്റിയോ റിന്യൂവലിനെ പറ്റിയോ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്